ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കൂമ്പ് തോരനാണ്. എല്ലാവരും കൂമ്പ് തോരൻ എങ്ങനെയാണ് വെക്കുന്നത്? പരിപ്പൊക്കെ ഇട്ട് അല്ലെങ്കിൽ ചെറുപയറൊക്കെ ഇട്ട് തോരൻ വെക്കാറുണ്ട്. ഇന്ന് ഞാനൊരു വെറൈറ്റി സാധനം കാണിച്ചു തരാവേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ, നമ്മൾ കൂമ്പരിഞ്ഞതാണ്. കൂമ്പരിഞ്ഞത്, ചെറിയ ഉള്ളി, വേപ്പില, തേങ്ങ, പച്ചമുളക്. എരിവ് ആവശ്യത്തിന് നമുക്ക് പച്ചമുളക് കൂട്ടിയെടുക്കാവേ. പിന്നെ ഒരു 4 മുട്ടയും വേണം. ഒരു കൂമ്പിന് 4 മുട്ട, 4 അതിൽ കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, ഇതെല്ലാം എൻ്റെ കൈയളവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അളവിനനുസരിച്ച് ചെയ്യേണ്ടവർ അളവിനനുസരിച്ച് ചെയ്യുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ആദ്യം നമുക്ക് കൂമ്പിട്ട് കൊടുക്കാം. കൂമ്പിട്ട് കൊടുത്ത് പച്ചമുളക്, ചെറിയ വേപ്പില, ഇത്രയും കാര്യങ്ങളുണ്ട്. തേങ്ങ ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് കൂമ്പൊന്ന് വാടിക്കുന്നതിന് ശേഷം ഇട്ട് കൊടുക്കാതെ. ഇത് ഞാൻ ഇട്ടിരിക്കുന്ന പേര് കൂമ്പ് മുട്ടത്തോരൻ എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള, ഇത് എൻ്റെ റെസിപ്പിയാണ്, അല്ലാതെ വേറെ ആരെങ്കിലും ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളത് ഇളക്കി കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. എല്ലാം എൻ്റെ കൈ അളവാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് ഇടാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർക്കാം. കുരുമുളക് പൊടി ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയില്ല, അതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അതിന് പകരം പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. ഇതൊന്ന് വാടി വരട്ടെ. വാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗണം, കൂമ്പ് നല്ലോണം വേഗണം, ചെറിയ ഉള്ളി നല്ലോണം വേഗണം. കൂമ്പിന് അത്യാവശ്യം ഇച്ചിരി വേഗമുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി വെന്തതിന് ശേഷം നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ചിട്ട് വെച്ചിട്ടേ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. തീ കുറച്ച് വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ പാചകം എനിക്ക് നെയ്ത്തുപോലെ തന്നെ ഇഷ്ടമുള്ളൊരു സംഭവമാണ്. എന്ത് കണ്ടാലും ഞാനൊന്ന് ചെയ്ത് നോക്കാറുണ്ട്. കൂടുതലും ഈ നാടൻ ഫുഡിനോടാണ് എനിക്ക് താല്പര്യം. എന്ന് വെച്ചാൽ നാടൻ ഫുഡ് ചെയ്യുന്നതിലാണ് താല്പര്യം. പിന്നെ ഇത് റെസിപ്പി എൻ്റെ പാചകത്തിലെ ഗുരു എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ്. നല്ലോണം പാചകം ചെയ്യും കേട്ടോ. അമ്മയുടെ വീട്ടിലെല്ലാവരും, അമ്മയുടെ ചേച്ചി, ചില ചേച്ചിമാർ 2 പേരുണ്ട്. അവർ 2 പേരും നല്ല, അമ്മയുടെ അമ്മ നല്ല പാചകക്കാരിയായിരുന്നെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ചെറിയ പൊടി വിദ്യകളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് പിന്നെ പറയാനെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആളിന് വയ്യ, കാലുകൊണ്ടൊക്കെ വയ്യായ്മയാണെങ്കിൽ പോലും ചെയ്യാറുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും, എനിക്ക് ഇപ്പോൾ പാചകത്തിൽ എന്തെങ്കിലും ഞാൻ മറന്നുപോയി, ഇപ്പോൾ കരൾ നമ്മൾ പിന്നെ കുരുമുളകിട്ട് വരട്ടിയെടുക്കത്തില്ലേ, അപ്പോൾ അതൊക്കെ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ചേരുവക മറന്നുപോയ അമ്മച്ചിനെ വിളിച്ച് ചോദിക്കുമ്പോൾ അമ്മച്ചി അപ്പോൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാറുണ്ട്. അപ്പം അതുപോലെ തന്നെ മീൻകറിയൊക്കെ ആണെങ്കിലും അമ്മച്ചിയുടെ റെസിപ്പിയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പം മറ്റുള്ളവർ എന്ത് റെസിപ്പി, അമ്മച്ചി അത് ചെയ്താലേ എനിക്കൊരു തൃപ്തിയാകത്തുള്ളൂ. സാധാരണ മീൻകറിയൊക്കെ നമ്മൾ അരച്ചല്ലേ കറി വെക്കാറ്. അമ്മ അങ്ങനെയല്ല, പാല് പിഴിഞ്ഞ് ആണ് കറി വെക്കുക. ഇനി ഒരു ദിവസം മീൻ വാങ്ങിച്ചതിന് ശേഷം അമ്മയുടെ മീൻകറി റെസിപ്പി ഞാൻ കാണിച്ചു തരാം, വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇതായിട്ടൊന്ന് തോന്നും. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. തടിയുടെ ഇതാണ് എടുക്കേണ്ടത്. സ്പൂണിപ്പോൾ ഞാൻ തെറുതിക്ക് ഇതെടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തടിയുടെ ഉപയോഗിക്കുക, എന്ന് വെച്ചാൽ നോൺ സ്റ്റിക്ക് അല്ലേ. അപ്പോൾ ഞാനത് ചെയ്യുമ്പോൾ അടിയിൽ ചിരണ്ടാതെ ആണ് പുറമേ ഇട്ട് ചിരണ്ടിയാണ് എടുക്കാറ്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിന്
പ്രശ്നം പാടി. നമുക്ക് നമ്മുടെ തേങ്ങ എന്തുമാത്രം ഇടുന്നു അത്രയും ടേസ്റ്റ് കൂടുക. ഞാനിപ്പോൾ ഈ കുറച്ചേ എടുത്തിട്ടുള്ളൂ. മക്കൾക്കൊക്കെ ഈ കൂമ്പ് ചെയ്യുമ്പോൾ മിക്കവരും കഴിക്കാറില്ല. മിക്കവർക്കും കയ്പ്പാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാറില്ല. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അവരവർക്കും മുട്ട ചിക്കിയതാണെന്നേ അവർ വിചാരിക്കത്തുള്ളൂ. ഇതൊന്നുകൂടെ നമുക്കൊന്ന് മൂടി വെക്കാവേ. തേങ്ങ ഇടുന്ന അത് ഇത് വെച്ചിട്ട് ഇന്ന് ആണ്ടുറപ്പൊന്നാണ്, ചിങ്ങം 1-ാം തീയതിയാണ്. അപ്പം ഇന്ന് ഞങ്ങളുടെ ഒരു പ്രത്യേക ഇതുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 17 വർഷമാകുന്നേ. അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണിന്ന്. അപ്പം ഗിഫ്റ്റൊന്നും അപ്പയ്ക്കും കൊടുത്തില്ല, അപ്പ എനിക്കും തന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് തരാഞ്ഞത് വേറൊന്നുമില്ല. ജീവിതത്തിൽ ഇപ്പോൾ 2 വർഷം മുമ്പെന്ന് പറയുമ്പം ചിങ്ങം 1-ാം തീയതി ഈ വർഷം വരുമ്പോൾ 2 വർഷമാകും. കഴിഞ്ഞതിൻ്റെ 2024 അപ്പയ്ക്ക് ചിങ്ങം 1-ാം തീയതി ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകണത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അപ്പയ്ക്ക് ആ ദിവസം വരുമ്പോൾ ഭയങ്കര വിഷമം. അത് കാരണം ഞാനും ഒന്നും മിണ്ടാറില്ല. ഇപ്പോൾ രാവിലെ തന്നെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പിന്നെ പുള്ളിക്ക് അത് വിഷമമായത് കാരണം ഞാനും ഒന്നും മിണ്ടാൻ പോയില്ല. സാധാരണ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടെങ്കിൽ ഇതൊക്കെ ഗിഫ്റ്റ് കരുതുന്നതാണ്. ഇതായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. എന്ന് വെച്ചാൽ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് ചിലപ്പോൾ നോക്കാം. ഉപ്പുണ്ട്, കൂമ്പ് വെന്തിട്ടുണ്ട്. കൂമ്പ് വേഗണം കേട്ടോ, അല്ലെങ്കിൽ നല്ല കയ്പുകൾ വന്നിട്ട് നമുക്കിതൊന്ന് മാറ്റാവേ. മാറ്റിയിട്ടുള്ളത് ഇച്ചിരൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാന്ന് വെച്ചാൽ മുട്ട ചിക്കി വരണമല്ലോ. ഇതൊക്കെ എൻ്റെ കയ്യാവാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ കൂടുതലാണെന്നൊക്കെ തോന്നിയേക്കാം, എണ്ണ ഭയങ്കര കൂടുതലാണെന്നൊക്കെ തോന്നിയേക്കാം. ഇവിടെ ഇച്ചിരി എണ്ണ വേണം. അപ്പയ്ക്കൊക്കെ തീരെ എണ്ണയില്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. എനിക്ക് വേറെ മുട്ട പൊട്ടിക്കുമ്പോൾ എനിക്കിത് പറ്റാറുണ്ട്. തോട് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 4 മുട്ടയാണ്. നിങ്ങൾക്ക് 5 or 6 എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് മുട്ട കൂടുതൽ ചേർക്കുമ്പോൾ മുട്ടയുടെ ഇത് കാണിക്കത്തുള്ളൂ കേട്ടോ. മുട്ടയുടെ ടേസ്റ്റ് ആയിരിക്കും മുൻപിൽ നിൽക്കണം. ഞാനിപ്പോൾ അധികം മുട്ട ചേർത്തിട്ടില്ല. ഇവിടെ ഈ പരുവമാണ്. ഞാനൊരു കൂമ്പിന് 4 മുട്ടയാണ് എടുക്കാറുള്ളത്. എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് എൻ്റെ മോളാണ് കേട്ടോ, അന്നക്കുട്ടി. അന്നക്കുട്ടിക്ക് കൂമ്പ് തോരൻ ആദ്യമൊക്കെ ഒന്ന് കൂമ്പ് ചെയ്യുമ്പോൾ ഇഷ്ടമല്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം ഇപ്പം ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം കൂമ്പ് കഴിക്കും, ഇഷ്ടമാണ്. ഞാനിടയ്ക്ക് ചുമക്കുന്ന സൗണ്ടൊക്കെ കേൾക്കും. പനിയാണ്. നമുക്ക് ചിക്കി എടുക്കാവേ. ഇനി തീ കൂട്ടിയിടണം കേട്ടോ. തീ കൂട്ടിയിട്ട് ഇതിനെ ചിക്ക് നല്ലോണം മുട്ട ചിക്കുന്ന പോലെ നമ്മൾ ചിക്കണം. ഇപ്പം ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് പൊട്ടണം. ടപ്പേനും കൊണ്ട് പൊട്ടും. അപ്പോഴാണ് അതിൻ്റെ പാകം. അതുവരെ നമ്മൾ ചിക്കണം. തീ കൂട്ടിയിട്ടൊന്ന് നമുക്ക് ചിക്കി എടുക്കാം. കണ്ടോ, ഇതിനി നമ്മുടെ ഈ സംഭവം നല്ലോണം ചിക്കി എടുക്കണം. ആകട്ടെ, പരുവാകട്ടെ. സാധാരണ ഇങ്ങനെ കൊട്ടാൻ പാടില്ലെന്നുള്ളതാണ്. പക്ഷെ അത് ശീലിച്ച് വേണ്ടെടുക്കാനാണ്, മാറ്റാൻ പറ്റുന്നില്ല. ഇങ്ങനെയിട്ട് കൊട്ടുമ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റിൽ വ്യത്യാസം വരുമെന്നാണ് പറയുന്നത്. വള്ളൽ വരാം, അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളിപ്പോകാറുണ്ട്.
പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ പാചകം ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറിച്ച് വീണ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം തന്നെ അതൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് കൈ എടുക്കുന്നത്. ഇതാകുന്നുണ്ട്, പരുവായി വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾ പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാൻ മഞ്ഞൾ പൊടി ചേർക്കാറില്ല. ഇത് ഈ പരുവത്തിന് എടുക്കുകയാണ് ചെയ്യുന്നത്. ചിലർ എരിവിന് വേണ്ടി കുരുമുളക് പൊടി ചേർക്കാറുണ്ട്. പിള്ളേർക്കൊക്കെ കൊടുക്കണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കഴിയുമ്പോൾ അവർക്കത് എരിവായിരിക്കും. അപ്പോൾ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെറുക്കി മാറ്റിയിട്ടാണെങ്കിലും പിള്ളേർക്ക് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ വാഴയിലെ കൂമ്പാണ് കേട്ടോ. നമുക്കൊരു കുഞ്ഞു വാഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ചെറിയൊരു കൊലയാണ്. ഇപ്പോൾ ഏത് വാഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാലിയല്ല, ഇവിടെ പറയുന്നത് ജാവാപ്പൂവൻ എന്നാണ് പറയുന്നത്. പിന്നെ ചില സ്ഥലത്ത് വേറെ എന്തെങ്കിലും പേര് പറയുമോ എന്ന് എനിക്കറിയത്തില്ല. ഈ കപ്പക്കാളിയുടെ ഒന്നും എടുക്കരുതെന്നാണ് പറയുന്നത്. കയ്പ്പായിരിക്കും, ഭയങ്കര കയ്പ്പായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. എനിക്കറിയത്തില്ല, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ സാധാരണ ഞാലിയുടെയും ജാവാപ്പൂവിൻ്റെയൊക്കെയാണ് എടുത്ത് ചിക്കാറുള്ളത്. രണ്ട് സൈസ് ഞങ്ങളുടെ വീടുകളിലുള്ളൂ. ഈ പ്രദേശങ്ങളിലൊക്കെ അതാണ് കൂടുതലും ഉള്ളത്. പിന്നെ കിട്ടുന്ന പോലെ നമ്മളിപ്പോൾ കടകളിൽ, പിന്നെ ഏത്തൻ്റെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ചെയ്തിട്ടില്ല. കൂമ്പ് വാങ്ങിക്കുമ്പോൾ കയ്പം കൂമ്പ് വാങ്ങിക്കാതിരിക്കുക. ഞാലിയുടെ പിന്നെ കടകളിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഏതിൻ്റെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുകയില്ലല്ലോ അല്ലേ. തേങ്ങ കൂടുതൽ ചേർത്താൽ മതി, അപ്പോൾ കയ്പ് നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ നല്ല തീയിലാണ് കിടക്കുന്നത്, ഫുൾ തീയിലാണ് കിടക്കുന്നത്. ഫുൾ തീയിൽ കിടന്ന് ചിക്കി. രണ്ടാം മുട്ടയാണെന്ന് പറയേയില്ല, എന്നാൽ കൂമ്പാണെന്ന് ചിലപ്പോൾ തോന്നാമായിരിക്കും. പക്ഷേ അപാര ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ബൈ. അടുത്ത റെസിപ്പിയായിട്ട് കാണാം. സൈനോര.